ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന 2-3 ദിവസങ്ങളായിട്ട് നല്ല മഴയാണ്. അപ്പോൾ പല സ്ഥലത്തും വെള്ളം കയറുന്ന അതേമാതിരി മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരിതങ്ങൾ പലർക്കും നേരിടുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ എന്ന് പ്രത്യേകം എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളെല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ എന്നാലും ഈ മേറ്റുമാരെ കൂലി സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ചിലരൊക്കെ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു കാര്യം കൂടിയുണ്ട്. അതായത് മേറ്റുമാർക്ക് കൂലി എത്രയും പെട്ടെന്ന് നൽകണം എന്നുള്ള നിലവിലെ തീരുമാനങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് മേറ്റുമാർക്കും വേതനം, അതായത് തൊഴിലാളികളെ കൂലി പോലെ തന്നെ മേറ്റുമാരെ കൂലിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നൽകണം എന്നുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും നിർദ്ദേശം നൽകുന്നതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അങ്ങനെയല്ല, ഫണ്ട് വരുമ്പോൾ, അതായത് മെറ്റീരിയൽ ഫണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്കാണ് വരില്ല, 6 മാസം കൂടുമ്പോൾ ഒക്കെയാണ് ഫണ്ട് വരുന്നത്. പക്ഷേ ഫണ്ട് വരുമ്പോൾ പലരും എന്താ പറയുക, നിങ്ങളെക്കാട്ടിയും കൂടുതൽ മേറ്റുമാരെ കൂലിൻ്റെ നമുക്കിപ്പോൾ പഞ്ചായത്തിന് കിട്ടാനുള്ളതിൻ്റെ ഒരു 40%, 30% ഒക്കെ 30-ൻ്റെ 50-ൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഫണ്ടാണ് അധിക സമയത്ത് റിലീസാക്കുക. അപ്പോൾ വലിയ എമൗണ്ടുകൾ, അതായത് വലിയ മെറ്റീരിയൽ വർക്കുകൾക്കും അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഫണ്ട് എടുക്കുമ്പോൾ നമ്മൾ മേറ്റുമാരെ കൂലി കിട്ടാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അത് മേറ്റുമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഫണ്ട് റിലീസാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ഒരു കത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവായിട്ടോ അല്ലെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ അടുത്ത് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു കത്തായെങ്കിലും നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മേറ്റുമാർക്ക് ഫണ്ട് വരുമ്പോൾ അതാത് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടാവും. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പല മേറ്റുമാരെ കിട്ടി എന്ന് പറയുന്നവരുണ്ട്, തീരെ കിട്ടിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തൊഴിലാളികളെ കൂലി പോലെ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് നൽകണം എന്നൊക്കെയാണ് പറയുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് കേരളത്തിൻ്റെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് കേരള സർക്കാർ ഫണ്ട്, അതായത് നിലവിൽ കേന്ദ്രം നൽകി എന്നുള്ള നമ്മൾ ഓർഡറും ഉത്തരവുകളൊക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. തൊട്ട് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇതും ഉത്തരവ് എന്നോ വന്നാണ്, 29-ാം തീയതി വന്നതാണ്. 29/7/2026 വന്ന ഉത്തരവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ, എന്താ പറയുക, നല്ല കനത്ത മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, എന്നാൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതിനാലാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ യഥാസമയം തന്നെ എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ ഫണ്ട് റിലീസ് ഓർഡർ ഉത്തരവ് നിലവിൽ സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കേന്ദ്രം കിട്ടിയ ഫണ്ടും അതേമാതിരി സംസ്ഥാനത്തിൻ്റെ വീതം കൂടി കൂട്ടിയിട്ടുള്ള ഫണ്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മേറ്റുമാർക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, മേറ്റുമാരെ കൂലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഫണ്ട് റിലീസാക്കണം എന്നുള്ള ഒരു വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് രേഖാമൂലം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് വാക്കാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മേറ്റുമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അറിയുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മേറ്റുമാരെ കൂലിയൊക്കെ എത്ര കിട്ടാനുണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലെവലിൽ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മേറ്റുമാരെ കൂലിയൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടാൻ മതിയായിരിക്കും. ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതിൽ മേറ്റുമാരെ കൂലി ഫുള്ള് കിട്ടാനുള്ള സാധ്യത കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തേത് എന്താവുമെന്ന് അറിയില്ല. ഈ വർഷം ഇപ്പോൾ കുറേ പണിയെടുത്തവരൊക്കെ ഉണ്ടാകും. ഈ വർഷത്തെ കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്ത് കിട്ടാത്തവർക്ക് കഴിഞ്ഞ വർഷത്ത് ഫുള്ളായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഈ വർഷത്തെ കിട്ടിയാൽ നിങ്ങളെ ഭാഗ്യം പോലെ ഉണ്ടാവും. ഈ വർഷം ഇപ്പോൾ ജൂലൈ ഒക്കെ ഓഗസ്റ്റായി. അപ്പോൾ ജൂലൈ വരെ എന്തായാലും കുറേ പണിയെടുത്തവരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 2025-26 തീരെ കിട്ടാത്തവരൊക്കെ ഉണ്ട്. നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് എന്തായാലും ഫണ്ട് കിട്ടും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അതേമാതിരി നിലവിൽ അൺസ്കിൽഡ് വേജസ്, അതായത് ജൂലൈ 1 വരെയുള്ള അൺസ്കിൽഡ് വേജസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മാത്രമാണ് പെൻഡിങ് ആയിപ്പോയത്. ചില FTOs സെൻഡ് ആവാത്ത പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ ഇഷ്യൂ ആണ്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിഹരിക്കുന്നവർക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കയറും. ഇനി എങ്ങനത്തെ കിട്ടാത്ത പൈസ ഈ അടുത്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് പലപ്പോഴും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങൾ
പറഞ്ഞാൽ ഏതെങ്കിലും തൊഴിലാളി അറിയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുള്ളത് കേട്ടോ. നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഞാൻ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ പറയാറുണ്ട്. അപ്പോൾ തൊഴിലാളികളെ കൂലി ജൂലൈ 1 മുതലുള്ള കൂലി ഈ നാളെയും മറ്റന്നാളായിട്ട് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നിലവിൽ 29-ാം തീയതി വരെ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമാണ് കിട്ടാത്തത്. അതിനുശേഷം എന്തെങ്കിലും ഡിലേ ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് തന്നെ ആയിരിക്കും ഉത്തരവാദിത്തം എന്ന രീതിയിലൊക്കെ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബില്ല് ട്രഷറിയിൽ കൊടുക്കുകയും ട്രഷറി മുഖാന്തരമായിട്ടുണ്ട് പേയ്മെൻറ്റൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 7 ദിവസം ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നിലവിലെ മെറ്റീരിയൽ ഒക്കെ എടുക്കുന്നത് 7 days ആണ്. അതായത് 7 ദിവസം ത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്, പൈസ കയറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏകദേശം എല്ലാവരും തന്നെ ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, കൊടുത്ത് തീർക്കുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഒരേ ഇതെല്ലാം ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ ഉത്തരവ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ 29-ാം തീയതി ശേഷമുള്ള പെൻഡിങ്ങിനൊക്കെ ഉദ്യോഗസ്ഥരാണ് കാരണക്കാരൻ എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലൊരു കത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് ജീവനക്കാർ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അൺസ്കിൽഡ് വേജസും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ NMS ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്കിപ്പം പ്രയാസങ്ങളൊന്നും ഇല്ലയെന്നുണ്ട്. ആപ്പിൻ്റെ പുതിയ വെർഷനും കാര്യങ്ങളൊക്കെ നിലവിൽ അപ്ഡേഷനൊന്നും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അപ്ഡേഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അതേമാതിരി ജെൻ MGNRG എന്ന് പറഞ്ഞ ആപ്പ് വർക്കാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജെൻ ഗ്രാം എന്ന് പറയുന്നതാണ് പുതിയ ആപ്പ്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്താ പറയുക ജെൻ MGNRG കിട്ടുന്നില്ല എന്നാണ് ഇപ്പോഴും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതെങ്ങനെ ആപ്പ് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. സെയിം ജെൻ MGNRGൻ്റെ ആപ്പിൻ്റെ അതേ സെയിമാണ് ജെൻ ഗ്രാം എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പൈസ വരാത്തതോ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മളത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, റിപ്പോർട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പൈസ പെൻഡിങ്ങോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ കമൻറ്റിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ വീഡിയോൻ്റെ ഇതിൽ പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, താങ്ക് യു.